രണ്ട് എക്സ്ട്രോവേർട്ടുകൾ തമ്മിൽ ഒരുമിച്ചാൽ കല്യാണം കഴിച്ചാൽ ആ വീട് ആ നാട്ടിൽ ഫേമസ് ആയിരിക്കും. രാഷ്ട്രീയം, കലാ, സംസ്കാരം അവർ കൈവെക്കാത്ത മേഖലകൾ വളരെ ചുരുക്കമായിരിക്കും. പക്ഷേ പരസ്പരം കോമ്പറ്റീഷനും അഭിപ്രായ വ്യത്യാസത്തിനുമുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്. ഒരു ഇൻട്രോവേർട്ട് ഒരു എക്സ്ട്രോവേർട്ടിനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ആമയും മുയലും ഓട്ട മത്സരമായിരിക്കും. എക്സ്ട്രോവേർട്ടുകൾ പലപ്പോഴും റീചാർജ് ആകുന്ന സോഷ്യൽ ഗാദറിങ്ങളിലും പാർട്ടികളിലും നാലാൾ കൂടുന്നിടത്തുമൊക്കെയാണ്. പക്ഷേ ഇൻട്രോവേർട്ടിന് അത് വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴും ഒരു പാട്ട് കേൾക്കുമ്പോഴുമൊക്കെയാണ്. അവിടെ പക്ഷേ ഒരാൾ സഹിക്കുന്നതിനും സാക്രിഫൈസ് ചെയ്യുന്നതിനും പലപ്പോഴും തയ്യാറാകുന്നത് കൊണ്ട് ആ ബന്ധം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നതിനാണ് സാധ്യത. പക്ഷേ ഒരു ഇൻട്രോവേർട്ട് മറ്റൊരു ഇൻട്രോവേർട്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ബന്ധമായിരിക്കും. എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യുന്നതും പ്രഷർ കൊടുക്കുന്നതുമൊക്കെ വളരെ കുറവായിരിക്കും. പേഴ്സണൽ സ്പേസ് കൊടുക്കുന്നതിന് രണ്ടുപേരും തയ്യാറായിരിക്കും. ആ വീട്ടിൽ വളരെ മീനിങ് ഫുള്ളും അർത്ഥവത്തായിട്ടുമുള്ള സംഭാഷണങ്ങൾ മാത്രമായിരിക്കും സംഭവിക്കുന്നത്. അത് ക്ഷമയോടെ കേൾക്കാൻ രണ്ടുപേരും തയ്യാറുമായിരിക്കും. മറ്റു പല വെല്ലുവിളികൾ അവിടെ ഉണ്ടെങ്കിലും ഒരു ഇൻട്രോവേർട്ട് അപകർഷതാബോധവും ജീവിതത്തെ പറ്റിയുള്ള ആശങ്കകളെയും ഒക്കെ മറികടക്കുന്നത് മറ്റൊരു ഇൻട്രോവേർട്ട് ഒപ്പം നടന്നു തുടങ്ങുമ്പോഴാണ്.